मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കൊള്ളാം. ജീവിതം എന്നാൽ ഇങ്ങനെ വേണം. ക്യാച്ച് കൊച്ചളിയ ക്യാച്ച് വല്യളിയ ക്യാച്ച് ക്യാച്ച്. എടാ ഒന്ന് പതുക്കെ എന്റെ അമ്മച്ചി. അല്ല, പെട്ടെന്ന് എന്താണിത്? കന്നാ സാർ എന്തിനാണ് ശബ്ദമുണ്ടാക്കുന്നത്? സാർ, ഇന്റീരിയർ ഡിസൈൻ എന്ന് വെച്ചാൽ വലിയൊരു ആർട്ടാണ്. തന്റെ ഒടുക്കത്തെ ഒരു ആർട്ട് എന്റെ കയ്യിൽ നിന്ന് താൻ മേടിക്കും. അടികൈ 8 ലക്ഷം ഇദ്ദേഹത്തിന്റെയാണ്. ബാക്കി മുഴുവൻ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് വേണ്ടി വരും. കൂടാതെ 2 ലക്ഷം തനിച്ച്. മൊത്തം റൗണ്ട് ആയിട്ട് ഫിഗർ ചെയ്താൽ ഒരു 10 ലക്ഷം വരും. ഇലക്ഷൻ വന്നാൽ വോട്ട് ചെയ്യാൻ എല്ലാവരും വരണം. 9 ലക്ഷത്തിൽ തീരേണ്ട ജോലിക്ക് ഞാൻ എന്തിന് 10 ലക്ഷം തരണം? അടികൈ. ഹലോ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല മിസ്റ്റർ കന്ന. ടെൽ മീ നിങ്ങൾക്ക് പണി തീർക്കണമോ വേണ്ടേ? 10 ലക്ഷം വളരെ കൂടുതലാണ്. ശരിയാണ്. ഇവർക്ക് പൈസ കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ വീട് ഇങ്ങനെ നന്നാക്കി എടുക്കും. അത് ഞങ്ങൾ നോക്കിക്കോളാം, അല്ലേ സുഹൃത്തുക്കളെ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ബനിയും സോർദാറും ഹണിയും ഒരുമിച്ച് ചെയ്യും. സംശയമുണ്ടോ? ഞങ്ങളോടൊപ്പം നീ ഉണ്ടാവും. കന്നാ സാറേ, സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. സാറിന്റെ വീട് മുഴുവൻ ഞങ്ങൾ ശരിയാക്കി തരാം. ആഹാ, അതെന്തായാലും കൊള്ളാം. എനിക്ക് ഒത്തിരി ലാഭമുണ്ടാക്കി തന്നു നിങ്ങൾ. യഥാർത്ഥ അയൽവാസികളാണ് നമ്മൾ. അടികൈ. നമ്മളെ നശിപ്പിക്കാനായിട്ട് ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും. നമുക്കാദ്യം ഡ്രോയിങ് റൂമിൽ നിന്നും തുടങ്ങാം. സാധനങ്ങളൊക്കെ വീട്ടിന്റെ നടുക്ക് മാറ്റി വെക്കാം. ഇല്ല, ഇത് എന്നെ കൊണ്ട് കഴിയില്ല. ഹണി, ഈ അലമാര എടുത്തു മാറ്റാൻ സഹായിക്കേ. ആരെങ്കിലും രക്ഷിക്ക്. പോപ്പട്ടിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. പക്ഷെ അവൻ എവിടെയും കാണാനില്ലല്ലോ. എന്നെ രക്ഷിക്കൂ. അവന്റെ അലമാരിയുടെ ഇടയിൽ കുടുങ്ങിയിരിക്കുക. പോപ്പായ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ അല്ലാതെ തന്നെ പറക്കുമല്ലോ. ബലൂണായി മാറി പറക്കേണ്ട എന്താവശ്യമാണുള്ളത്? നിക്ക്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്റെ അമ്മോ, അകത്തുള്ള കാറ്റൊക്കെ പോയി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ തന്നെ അപകടത്തിൽ പെടുത്തും. എന്നിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ ചോദിക്കുകയും ചെയ്യും. സോറിയടാ, സോറി. മഞ്ഞുകാലം ഇതാ കഴിഞ്ഞിരിക്കുന്നു. പണി മുഴുവൻ തീർന്നിരിക്കുന്നു. അടികൈ. നിങ്ങളെ വീട്ടിലെ പണി തീരുന്നതിന് മുൻപ് എന്റെ പണി ഇപ്പൊ ഇവിടെ തീരുമായിരുന്നു. സംശയമുണ്ടോ? ഇവിടെയുള്ള പെയിന്റ് മുഴുവൻ ഇളകിക്കൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ഇളക്കിയെടുത്ത് വീണ്ടും പെയിന്റ് അടിക്കണം. ഹണി, ഇതിന്റെ കാര്യം നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? പുറത്തുണ്ട്, നോക്ക്. എന്തിനാടാ പുറത്ത് വെച്ചിരിക്കുന്നത്? മുട്ടയിടാനാണോ? മുട്ടയൊന്നും കണ്ടില്ല. അത് മുട്ടയിടില്ലെന്നാ തോന്നുന്നത്. നിന്നോട് ആരാണ് മുട്ട കൊണ്ടുവരാൻ പറഞ്ഞത്? പോപ്പട്ടാണ്. കഴുതേ, ഞാൻ ദേഷ്യത്തിൽ നിന്ന് പറഞ്ഞു പോയതാ. അതിനാണോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്?
ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ മുട്ട കൊണ്ട് വരണ്ടേ? ഓടാ, വേഗം പോയി എടുത്തോണ്ട് വാ. ഇതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ഞാൻ ഇപ്പൊ പോയി എടുത്തോണ്ട് വരാം. വെറുതെ ധൃതി വെക്കണ്ട. എല്ലാവരും ദേഷ്യക്കാരായിപ്പോയി. എടാ കഴുതേ, ഇതെന്താടാ ഇത്? കഴുതേ, നമ്മൾ പൊക്കത്തിൽ നിന്ന് പെയിന്റ് അടിക്കണ്ടേ? അതിനാ പൊക്കമുള്ള കുതിര കൊണ്ടുവന്നത്. കഴുതേ, നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത് വലിയൊരു സ്റ്റൂളാണ്. ഇതിന് ആദ്യം കൊണ്ടുപോയി പുറത്താക്ക. ഓക്കേ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കഴുതയ്ക്ക് പണിയൊന്നും കൊടുക്കരുതെന്ന്? സോർദാർ, സ്റ്റൂൾ കൊണ്ടുവാ. എന്റെ അമ്മച്ചി, എന്റെ പണി തീർന്നു. കൊടുങ്കാറ്റടിച്ചപ്പോൾ വീടെല്ലാം പപ്പടമായി. കുതിര തൊഴിച്ച തൊഴിയിൽ ഞാൻ ഇവിടെ പോസ്റ്ററായി. അടികൈ. സാറിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല കിറ്റി. നീ എവിടെയാണ്? ഹണി, ഹണി, നീ നിൽക്ക്, ഞാനിതാ എത്തിപ്പോയി. സോർദാർ നിൽക്ക്, ഞാനിതാ എത്തിപ്പോയി. ഹണി, ഹണി, ഞാനിതാ എത്തിപ്പോയി. ഹണി, എവിടെ? ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ടെൻഷൻ ആവണ്ട കിറ്റി, എല്ലാം ശരിയാകും. ഞാനുണ്ട്. മര്യാദയ്ക്ക് പൊക്കോ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ട. നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാരും മാറി നിൽക്ക്. ഇനി പണി ഞങ്ങൾ നോക്കിക്കോളാം. ഹണി, നീ പുറത്ത് പോയി പെയിന്റ് ചെയ്യേ. സോർദാറും പപ്പട്ടും മോളിൽ പോയി ക്ലീൻ ചെയ്യാൻ നോക്ക്. അണിക്കുട്ടാ, മര്യാദക്ക് ചെയ്യാൻ നോക്ക്. നിറങ്ങളൊന്നും തന്നെ പാഴാവരുത്. ഇടാ, പൊടി മുഴുവൻ എന്റെ കണ്ണിൽ പോയി. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വേഗം പുറത്തു പോയിക്കോ. ഇടാ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ചൂട് ചായക്കടക്കാരൻ തണുപ്പിച്ചു. എന്റെ നല്ല സോഫ നിങ്ങൾ നശിപ്പിച്ചു. അടികൈ. റിനോവേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയ സോഫ വാങ്ങിക്കാം. സംശയമുണ്ടോ? സാറ് പുറത്തേക്ക് പൊക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റും. നിറങ്ങളൊന്നും പോകരുതെന്നാ കന്നാ സാറ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗം ഒഴിച്ചേക്കാം. ഇനി കളറ് പോവേ ഇല്ല. ഇവന്മാരെല്ലാരും കൂടെ ചേർന്ന് എന്റെ വീട് ഒരു പരുവത്തിലാക്കുമെന്നാ തോന്നുന്നു. എടാ, എന്താടാ ഇതൊക്കെ? അതിന്റെ അകത്ത് പശയാ. അങ്ങയുടെ കാലത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നിക്ക്, ഞാനതെടുക്കാം. വേണ്ട 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 വേണ്ട, നീ പിടിക്കണ്ട ഹണി. ഞാനിത് ഇളക്കിയെടുത്ത് തരാം. നീ എന്താ ഈ കാണിക്കുന്നത്? എന്റെ കാലിന്റെ പണി തീരും. വിടറാ. ഗമ്മ് പാന്റിലാ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഞാൻ പാന്റ് അങ്ങഴിച്ച് മാറ്റിയേക്കാം. നിക്കേ. ഈ സ്ഥലത്ത് നിന്ന് അങ്ങ് എന്തിനാ പാന്റ് അഴിക്കുന്നത്? ബെഡ്റൂമിൽ പോയി ആരും കാണാതെ അഴിക്കാൻ നോക്ക്. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ഇവിടുന്ന് പോകുന്നുണ്ടോ ഹണി? അകത്ത് പോയി പാന്റ് അടിച്ച വീട് മുഴുവൻ നശിക്കും. അടികൈ. എടാ, ഞാനിതിൽ ഒട്ടിപ്പിടിച്ചിരിക്കടാ. അത് കളറിൽ ഗമ്മുള്ളത് കൊണ്ടാ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ ഷെഡ് അങ്ങ് അഴിച്ചേക്ക്. കാറ്റിൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. നീ കാരണം ഞാൻ ഇന്ന് നഗ്നനായി. അടികൈ. അല്ല, ഇതെന്താ സംഭവിച്ചത്? സാറ് മുകളിലേക്ക് പോയിക്കോളൂ. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം. എന്നാ ഓക്കെ കിറ്റി. ഞാൻ എന്തായാലും കുറച്ചു നേരം മോളിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ എന്താണ് കാണിച്ചത്? ഖന്ന
സാറിന് ബോധം പോയി. സംശയമുണ്ടോ? നിങ്ങൾ എന്തായി കാണിച്ചത്? എല്ലാരും വേഗം വന്ന് ഖന്ന സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. നീ വേഗം മുഖത്ത് വെള്ളം ഒഴിക്കേ. ആ, ആ, ആ. എടാ, എന്താണ് ഇത്? കാശ് ലാഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പണി എനിക്ക് തന്നെ അവസാനം പാരയായി മാറി. എടുക്കട എന്നെ ആശുപത്രിയിലേക്ക്. അടികൈ. ഓ മൈ ഗോഡ്, എല്ലാം നശിച്ചു പോയിരിക്കുകയാണല്ലോ. ഇനി ഇത് ശരിയാക്കാനായിട്ട് ഡബിൾ നിങ്ങൾ തരേണ്ടി വരും. അതായത് 20 ലക്ഷം രൂപ. 20 ലക്ഷമോ? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളി കയറ്റിയതുപോലെ ആയി. ഇവന്മാര് കാരണം എന്റെ കാശ് മുഴുവൻ പോയി. അടികൈ.